ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫെമീസ് കിച്ചൺ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ട് തോരനാണ്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങ, പച്ചമുളക് എന്നിവ ചതച്ചതാണിത്. കടുക്, ഉപ്പ്, വെളിച്ചെണ്ണ. ഇനി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ബീട്രൂട്ടിനെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ബീട്രൂട്ട് 2 കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഇതുപോലെ ഒരു ഗ്രേറ്ററിൽ വെച്ച് നല്ലപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാം ഗ്രേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് എല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നൈസായിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് തേങ്ങ, പച്ചമുളക് എന്നിവ ചതച്ചത് ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് വറ്റൽമുളക് ചേർക്കാം. കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ബീട്രൂട്ട്, തേങ്ങ എന്നിവ മിക്സ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി ഇതിനെ അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കാം. വെള്ളം തീരെ ചേർക്കേണ്ട ആവശ്യമില്ല. സിമ്മിലിട്ടിട്ട് വേണം നമ്മളിങ്ങനെ വേവിച്ചെടുക്കാൻ വേണ്ടി. അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ബീട്രൂട്ടിലെ വെള്ളമെല്ലാം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടെ ഇതിനെ അടച്ചു വെച്ച് നല്ലപോലെ വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. വെള്ളമില്ലാത്തത് കാരണം അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. സിമ്മിലിട്ടിട്ട് വേണം ചെയ്യാൻ. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ബീട്രൂട്ട് തോരൻ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു ഡിഷുമായി വീണ്ടും കാണാം. താങ്ക് യു.